Hello dear friends, welcome back to our channel. ഇത് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ജനലിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കോവക്ക തോട്ടമുണ്ട്, അതായത് കോവക്ക പന്തലുണ്ട്. ഇതിൽ നിന്ന് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കോവക്കയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടൊരു റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കോവക്ക ഒന്ന് പറിച്ചെടുക്കാം. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഇതിൻ്റെ മുകളിലൊരു പൂവൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 4 ഇതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം വേണമെങ്കിലൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കും. നമ്മുടെ മീൻ പൊരിക്കുന്ന പോലെ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയ കാരണം നമുക്ക് മീനൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ മീനിൻ്റെ പകരം നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫ്രൈ ആണ് കേട്ടോ അത്. ഇനി നമുക്ക് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് മുരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. നമ്മുടെ അടിപൊളി കോവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. മീൻ ഫ്രൈയുടെ പോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൈ ആണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി പുതിയ ഐറ്റമായിട്ട് നാളെ വരാം. Thank you.